ഹായ് ഹലോ കൂട്ടുകാരെ, ഇടിച്ചു കുത്തി നല്ല മഴ വരുന്നുണ്ട്. ഞാനിന്നൊരു നൊസ്റ്റു ഐറ്റമായ പാച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ഇത് കഴിക്കണമെങ്കിൽ പള്ളിയിലെ ഏതെങ്കിലും വിശേഷ തിരുനാളിനോ അല്ലെങ്കിൽ പൊങ്കാലയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് തരുവോ വേണം. ഞാനിന്ന് എൻ്റേതായ രീതിയിൽ ഒരു സിമ്പിളായിട്ട് പാച്ചോറുണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുക. അതിനായി ആദ്യം കുക്കറെടുത്ത് പച്ചരി വേവിക്കാൻ വെക്കുക. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 4-5 വിസിൽ വരുന്നത് വരെ വയ്ക്കുക. നമുക്കപ്പോൾ വേറൊരു പാൻ എടുത്ത് അല്പം നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കാഷ്യൂ, മുന്തിരി മുതലായവ വറുത്തെടുക്കുക. നന്നായി വറുത്തതിന് ശേഷം അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് നെയ്യിൽ നന്നായി വഴറ്റുക. തേങ്ങ നന്നായിട്ട് നെയ്യുമായിട്ട് വഴറ്റിയതിന് ശേഷം ശർക്കര ആവശ്യത്തിന് ചേർത്ത് നന്നായി വഴറ്റുക. അത് നന്നായി ഇളക്കി വഴന്നു വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചരി അതിലേക്കിട്ട് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നന്നായി തേങ്ങയും ശർക്കരയും മിക്സുമായി പച്ചരി നമുക്ക് നന്നായി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായും നല്ല ജീരകവും പൊടിച്ച് ചേർക്കുക. അങ്ങനെ പിന്നെ ഒരു ടേസ്റ്റ് കൂടാൻ ഒരു ഇച്ചിരി നെയ്യ് കൂടെ ഒഴിച്ചാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആവും. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള പാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വെള്ള ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറുത്ത ശർക്കരയാണ് ഉത്തമം. വെള്ള ശർക്കര ഉപയോഗിക്കാൻ കാണാനൊരു ലുക്കില്ല, എന്നാലും ലുക്ക് കുറവാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു സൂൺ.